മരങ്ങളും ജ്വലിച്ചിടുവാൻ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. അപ്പോൾ ദൈവജനം എങ്ങനെ വളരണം? വചനത്തിൽ വേരൂന്നി വളരണം. വചനത്തിൽ വേരൂന്നി വളരണം. നമ്മൾ എവിടെയാണ് ഊന്നി വളർന്നത്? നമ്മൾ എവിടെയാണ് വേരൂന്നിയത്? നമുക്ക് വേറുണ്ടോ? വചനം കേട്ടും വായിച്ചും ഒക്കെ നമുക്ക് വേരെല്ലാം ഉണ്ടോ? ഇനി വേരുണ്ടെങ്കിൽ അത് വേരോടെ ഉണങ്ങിപ്പോയോ? അത് പച്ചയുള്ള വേരാണ്. ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. പിന്നെ ക്രിസ്തു തലയോളം വളരണം. പക്ഷെ വചനത്തിൽ വേരൂന്നത് എങ്ങനെ വളരും? വചനത്തിൽ വേരൂന്നത് എങ്ങനെ വളരും? സ്തോത്രം. ഒരു വൃക്ഷമായാലും പ്രത്യാശയുണ്ട്. പക്ഷെ അത് വേരൂന്നിയില്ലെങ്കിൽ എന്താണ് പ്രത്യാശ? മണ്ണിൽ വേരൂന്നിയില്ലെങ്കിൽ അതിനെന്താണ് പ്രത്യാശ? ഒരു വൃക്ഷത്തിന് മണ്ണിൽ വേരൂന്നിയാൽ മതി. നമ്മൾ എവിടെയാണ് വേരൂന്നേണ്ട? മണ്ണിലാണോ? എവിടെയാണ് ശുശ്രൂഷകന്മാർ നമ്മുടെ വേര് ഉറപ്പിച്ചത്? നമ്മുടെ പൂർവ്വ ശുശ്രൂഷകന്മാര് നമ്മുടെ വേരിനെ എവിടെയാണ് ഉറപ്പിച്ചത്? വേരെന്ന് പറഞ്ഞ ചിന്തകളെന്ന് ഉദ്ദേശമാണ്. നമ്മുടെ ചിന്തകളാകുന്ന വേരുകളെ എവിടെയാണ് ഊന്നി ഉറപ്പിച്ചത്? ദൈവവചനത്തിലാണോ ഭൗതിക ചിന്തകളിലാണോ? സ്തോത്രം. നമ്മൾ ആരാഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമാണ്. ആരാഞ്ഞ് ചിന്തിക്കേണ്ട കാര്യം. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം പോകില്ലേ? പോണമെന്നേ. നമ്മുടെ വിശ്വാസം എല്ലാം പോകണം. നമ്മുടെ വിശ്വാസം എല്ലാം പോകണം. കാരണം നമ്മളിലുള്ള വിശ്വാസം ഒന്നും ദൈവം തന്ന വിശ്വാസം അല്ലെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അത് ഇയാളെ വായിൽ നിന്ന് വാക്ക് കേട്ട് കഴിഞ്ഞ് എന്റെ ഉള്ള വിശ്വാസം കൂടെ പോകും. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്നാലും എന്റെ വായിലെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഉള്ള വിശ്വാസം കൂടെ പോകും. എന്റെ അടുത്ത് മാത്രമല്ല കേട്ടോ പറഞ്ഞിട്ടുള്ള, മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയാളെ പ്രസംഗം കേൾക്കാൻ പോകരുത്, നിങ്ങളുടെ ഉള്ള വിശ്വാസം കൂടെ പോകും. അപ്പോഴാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റിയത്, പോണോ അത്? ദൈവം തരാത്ത വിശ്വാസം എല്ലാം പോകണം. അത് വച്ചിരുന്ന കാര്യമൊന്നുമില്ല. കാര്യമുണ്ടോ? അതൊക്കെ ചതിവായി വാങ്ങിയതാണ്. അർഹതയില്ലാതെ വാങ്ങിയ വിശ്വാസങ്ങളാണ്. അത് ദൈവം തന്നതുമല്ല. സക്കായിയെ പോലെ അതെല്ലാം പോണം, എല്ലാം തിരിച്ചു കൊടുക്കണം. സ്തോത്രം. ഇവിടെ ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മളൊരു സൂചന കേട്ടില്ലേ? 4-ാം അധ്യായത്തില് 6-ാം വാക്യം ഒന്ന് വായിക്കാം. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും അങ്ങേക്ക് തരാം. അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. അങ്ങ് എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം അങ്ങയുടേതാകും എന്ന്. ഇത് ഇവന്റെ ആൾക്കാര് പറയുന്നത് എന്തെന്നറിയോ? ഇവൻ കള്ളം പറഞ്ഞാണ്. ആരുടെ ആൾക്കാര്? ഈ വായിച്ചാണ്ടല്ല പറഞ്ഞത്. ഈ പിശാചിന്റെ ആൾക്കാര് പറയുന്നത് ഈ പിശാച് കള്ളമാണ് പറഞ്ഞെന്നാണ്. ഈ പിശാചിന്റെ ആൾക്കാർ പറയുന്നത് ഈ പിശാച് എഴുതിയിരിക്കുന്നത്, ഈ പിശാചിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഈ സാത്താനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് സാത്താൻ കള്ളം പറഞ്ഞാണെന്നാണ്. ആദിയിൽ സൃഷ്ടി ദൈവത്തിൻ്റെതാണ്. അത് സകല അധികാരവും ആദാമിന്റെ കയ്യിൽ കൊടുത്തു. ആദാം പരാജയപ്പെട്ടതോടുകൂടി ആദാമിൽ നിന്ന് ഇവന്റെ കയ്യിലായി. അതോടുകൂടെ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലായി എന്ന് തിരിച്ചറിയേണ്ട സാമാന്യ ബോധം നമുക്കില്ലാതെ നമ്മുടെ മേൽ വ്യാപരിച്ച വിശ്വാസം ആര് തന്നതാണ്? ഈ സാത്താൻ തന്നതാണോ അതോ ദൈവം തന്നതാണോ?
ദൈവം തന്ന വിശ്വാസമാണെങ്കിൽ ദൈവവചനം കേൾക്കുമ്പോൾ ഒരിക്കലും പോവില്ല, അത് ഉറക്കുകയുള്ളൂ. ദൈവം നമുക്ക് ദാനമായി തന്ന വിശ്വാസമാണെങ്കിൽ അതിനുപരിയായ വിശ്വാസത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളുടെ വിശ്വാസം, ഉണ്ടായിരുന്ന വിശ്വാസം ഒഴുകി പോകില്ല, അത് ഉറക്കുകയുള്ളൂ. അതിന് ഉദാഹരണമായി പറഞ്ഞാൽ അമ്മ, ആ രണ്ട് മാ, അമ്മ അല്ലേ? ഞാൻ പഠിച്ചിരുന്നത് ആ ഒരു മാ അമ്മ. ഞാൻ പഠിച്ചിരുന്നത് ആയും ഒരു മായും അതിനാണ് അമ്മ എന്ന് ഞാൻ പഠിച്ചിരുന്നത്. ശരിയാണോ? പക്ഷേ തിരിച്ചറിവുള്ള ഒരു ടീച്ചർ എന്നെ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ അല്ല കുട്ടി എന്ന് പറഞ്ഞിട്ട് രണ്ട് മാ ചേർന്ന് വരണം, അല്ലെങ്കിൽ രണ്ട് മാ ഒരുമിച്ചിടണം. അതാണ് അമ്മ. അപ്പോൾ യഥാർത്ഥം എന്ന് പറയുന്നത് ഒരു മാ അല്ല അമ്മയ്ക്ക് പറഞ്ഞത്, രണ്ട് മാവ്. അപ്പൊ ഞാൻ പഠിച്ചിരുന്ന ഒരു മായാണ്. അപ്പൊ രണ്ട് മായയുടെ യഥാർത്ഥം എന്ന് മനസ്സിലായപ്പോൾ ഒരു മായാണ് അമ്മ എന്ന് അറിഞ്ഞിരുന്ന അറിവ് എന്ത് ചെയ്തു? അത് പോയി. അത് പോകണം, അത് പോകാനുള്ളതാണ്. അതിൽ നിൽക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ജയിക്കില്ല, മാർക്ക് കിട്ടില്ല. അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ് ദൈവം നമുക്ക് തരാത്ത വിശ്വാസത്തെ നാം സൂക്ഷിച്ചുകൊണ്ട് നടന്നാൽ അത് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കില്ല, നമ്മെ പരാജയത്തിലേക്ക് എത്തിക്കും, തോൽവിയിലേക്ക് എത്തിക്കും. സ്തോത്രം. എന്നാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദൈവം സൂക്ഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. യേശുക്രിസ്തു ദൈവം സൂക്ഷിക്കുന്നു അല്ലേ? നീ അങ്ങ് ചാടിയാ മതി, ഈ കല്ലിനെ അപ്പമാക്കിയാ മതി, അങ്ങനെ ദൈവം സൂക്ഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിലും ചില ആൾക്കാർ പറയുന്നുണ്ട് ദൈവം നിന്നെ സൂക്ഷിക്കും. നമ്മളെന്തൊക്കെ പറഞ്ഞിട്ടില്ല ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. ഏതാത്മാവാണ് പറഞ്ഞത്? അല്ല, ദൈവം നമ്മെ സൂക്ഷിക്കുമെന്ന് എത്രയോ പേർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാത്മാവാണ് അവരിൽ പറഞ്ഞത് ദൈവം എന്നെ സൂക്ഷിക്കുമെന്ന്? ഈ ആത്മാവാണ്, ദൈവാത്മാവാണ്. ജഡപ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ജഡപ്രകാരം സൂക്ഷിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ജഡപ്രകാരം ദൈവം എന്നെ സൂക്ഷിക്കുമെന്ന് ആരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ആത്മാവിനാണ് പറഞ്ഞത്? എന്റെ അറിവാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചോളൂ. നിങ്ങളോട് പറഞ്ഞിരിക്കും, എന്നോട് പറഞ്ഞതിനേക്കാൾ അധികം ആൾക്കാർ നിങ്ങളോട് പറഞ്ഞിരിക്കും ദൈവം സൂക്ഷിക്കുന്നതൊക്കെ. അത് നിങ്ങൾക്ക് വിശ്വാസമായിരിക്കുക, പക്ഷെ അതൊക്കെ ചോർന്നു പോകേണ്ട വിശ്വാസങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരമ്മ തന്റെ കുഞ്ഞിനെ സൂക്ഷിക്കണമെങ്കിൽ ആ കുഞ്ഞ് എവിടെ ആയിരിക്കണം? അമ്മയുടെ കയ്യിലായിരിക്കണം, അമ്മയുടെ കരങ്ങളിൽ പിടിച്ചിരിക്കണം, അമ്മയുടെ സംരക്ഷണയിലായിരിക്കണം. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ ദൈവം എന്നെ സൂക്ഷിക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കണം, ദൈവത്തിന്റെ മറവിലായിരിക്കണം, ദൈവത്തിന്റെ സംരക്ഷണയിലായിരിക്കണം. അങ്ങനെ ആകാതിരിക്കെ, അങ്ങനെ ആകാനുള്ള ദൈവ സംരക്ഷണത്തിലാകേണ്ട വഴികൾ എനിക്ക് പറഞ്ഞു തരാതിരിക്കെ എന്നെ ദൈവം സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഏത് ആത്മാ പറഞ്ഞു? ശ്രദ്ധിച്ചോ? ചോദ്യം ശ്രദ്ധിച്ചില്ല അല്ല അവിടെ. സ്തോത്രം. ഇയാളുടെ മകൻ, ഇയാൾക്ക് ദാനമായി ലഭിച്ച മകൻ ഇയാളുടെ കൈക്കീഴിലല്ല, ഇയാൾക്ക് സംരക്ഷിക്കാൻ പറ്റുമോ? ഇയാളുടെ കൈക്കീഴിലാണെങ്കിൽ ആ മോനെ സംരക്ഷിക്കാം അല്ലേ? സൂക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് വരാൻ വിളിച്ച് അങ്ങോട്ട് പോകും, സൂക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ദൈവത്തിന്റെ കൈക്കീഴിലല്ല നമ്മളെങ്കിൽ ദൈവം നമ്മെ സൂക്ഷിക്കും. അപ്പൊ ദൈവത്തിന്റെ കൈക്കീഴിൽ ഞാൻ ആയിരിക്കേണ്ട വഴികൾ, ഉപദേശങ്ങൾ എനിക്ക് പറഞ്ഞു തരാതിരിക്കെ അവർ തന്നെ എന്നോട് പറയുന്നു ദൈവം എന്നെ സൂക്ഷിക്കുമെന്ന്. കാര്യം മനസ്സിലായോ? അപ്പൊ ദൈവത്തിന് എന്നെ എങ്ങനെ സൂക്ഷിക്കാൻ പറ്റും? ദൈവം എന്നെ സൂക്ഷിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനാകണം. ദൈവത്തിന്റെ കരങ്ങളിൽ അല്ലാതെ ഞാൻ ദൂരെ പോയി നിൽക്കുക. യെശയ്യാ പ്രവചനം
14-ാം അധ്യായം. അല്ല, 30-ാം അധ്യായം. പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം, പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം, പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം ദൈവത്തെ കൂടാതെ ആലോചന കഴിക്കുകയും, ദൈവത്തെ കൂടാതെ ആലോചന കഴിക്കുകയും. ശ്രദ്ധിക്കണമേ, പാപത്തോട് പാപം കൂടുവാൻ തക്കവണ്ണം ദൈവത്തെ കൂടാതെ ആലോചന കഴിക്കുകയും, ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യുകയും, ദൈവത്തിന്റെ ആലോചന ഇല്ലാത്ത സഖ്യതകളിൽ ചെന്ന് ചേരുകയും, ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന്, ഫറവോന്റെ സംരക്ഷണയിൽ തങ്ങളെ തന്നെ സംരക്ഷിക്കേണ്ടതിന്, മിസ്രയീമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിന്, മിസ്രയീമിന്റെ നിഴലിൽ ശരണം പ്രാപിക്കേണ്ടതിനും, ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കാതെ, ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രയീമിലേക്ക് പോവുകയും ചെയ്യുന്ന, മിസ്രയീമിലേക്ക് പോകുകയും ചെയ്യുന്ന മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം. മത്സരമുള്ള മക്കൾക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനപ്രകാരം നമ്മൾ എങ്ങനെ ജീവിച്ചിട്ടുണ്ട്? പാപത്തോട് പാപം കുറയ്ക്കാൻ ജീവിച്ചിട്ടുണ്ട്, പാപത്തോട് പാപം കൂട്ടാൻ വേണ്ടി ജീവിക്കുകയും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള കാര്യമല്ല, മുമ്പുള്ള കാര്യം, കുറച്ചു മുമ്പുള്ള കാര്യമാണ്. സ്തോത്രം. അടുത്ത് പാപത്തോട് പാപം കൂട്ടുവാൻ തക്കവണ്ണം ദൈവത്തെ കൂടാതെ ആലോചന കഴിക്കുകയും. നമ്മൾ ദൈവത്തെ നിലനിർത്തിയും ദൈവവചനത്തെ നിലനിർത്തിയുമാണ് ആലോചന കഴിച്ചിട്ടുള്ളത്. ദൈവത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആലോചന കഴിച്ചിട്ടുള്ളത്. ദൈവത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ ദൈവ ആത്മാവാണ്, എങ്കിൽ ആലോചനയിൽ ആത്മീയമായിരിക്കും. നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ ആലോചനകളൊക്കെ എങ്ങനെയായിരുന്നു? ആത്മീയമായിരുന്നോ ഭൗതികമായിരുന്നോ? ഇപ്പോൾ ഈ ഭൗതിക ആലോചനയിൽ നാം ആയിരുന്നപ്പോൾ അല്ലേ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുള്ളത് ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. അത് ഏതാത്മാവായിരുന്നു? ഈ സാത്താന്റെ ആത്മാവായിരുന്നോ അതോ ദൈവത്തിന്റെ ആത്മാവായിരുന്നോ ആ വ്യക്തിയിൽ നമ്മോട് സംസാരിച്ചത്? സ്തോത്രം. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഗ്രഹിച്ചറിയണം. എന്തിനാ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്? എന്തിനാ ഗ്രഹിച്ചറിയേണ്ടിയിരിക്കുന്നത്? സർവ്വലോകത്തിനേക്കാളും വിലയേറിയ നമ്മുടെ ഗൂഢ മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല ഏവളുമല്ല, പിതാവിന്റെ ഇഷ്ടം. മുന്നറിയിപ്പ് എന്നത് എന്നോട് കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനും ഏവളും അല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്ര സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നു. അപ്പൊ പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ നടത്തുമെന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ല. ദൈവത്തിന്റെ വഴികളിൽ ഞാൻ നടക്കണം, അതാണ് ദൈവത്തിന് ഇഷ്ടം. ഇവിടെ പ്രവചനം പ്രവചിച്ചിരിക്കുകയാണ്. അത് ഇന്നത്തെ മാന്യന്മാരും ഇന്നത്തെ ജ്ഞാനികളും തത്വജ്ഞാനികളും ഒക്കെ പറയും. അത് നമ്മളെ കുറിച്ചല്ല പറഞ്ഞത്, അത് ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കൊന്ന് ബാധകമല്ല. ഇനി കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല, പിതാവിന് ഇഷ്ടം ചെയ്യുന്നവൻ എത്ര സ്വർഗരാജിൽ കിടക്കുന്ന ഈ വാക്യമോ അത് നമ്മോടല്ല പറഞ്ഞത്. അതൊക്കെ കർത്താവിനെ പരീക്ഷിക്കാൻ വന്നവരോട് പറഞ്ഞതാണ്. നമുക്കത് ബാധകമൊന്നുമല്ല. നമുക്ക് എന്താണ് ബാധകം? നമുക്കെങ്ങനെ കൃപയാലിങ്ങനെ തുറന്നു വെച്ചിരിക്കണം അതിൽ, അതാ ബാധകം. കൃത്യമായിട്ട് അവിടെ തന്നെ എത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പ്രവാചകന്മാർ പ്രവചിച്ചത് ഇസ്രായേലിനെ കുറിച്ചാണെങ്കിൽ ആ പാപ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മളെ കുറിച്ചാണ്. കാരണം പ്രവചനം ഇന്നലേക്കുള്ളത് മാത്രമല്ല, പ്രവചനം ഇന്നത്തേക്ക് മാത്രമുള്ളതല്ല, ഇന്നലേക്കും ഇന്നേക്കും നാളത്തേക്കും ജനിപ്പാനിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയ പ്രവചനം. അപ്പൊ യെശയ്യാ പ്രവചനം 30-ാം അധ്യായം ഇന്നുള്ളവർക്ക് മാത്രമുള്ളതല്ല. 31 വായിച്ചാലോ? പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. അത് രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. ദൈവം അതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. ദഹന സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ചിതയിൽ വളരെ തീയുണ്ട്, വിറകുണ്ട്. യഹോവയുടെ
വിശ്വാസം ഒരു ഗന്ധക നദിയായി അതിനെ കത്തിക്കും. അതിനെ കത്തിക്കും. ആമേൻ. അയ്യോ നമുക്കുള്ളതല്ല, അത് ഇസ്രായേലുള്ളതാണ്. പിന്നെ നമുക്ക് വേറെ നരകം വെച്ചിട്ടുണ്ടോ? അല്ല, നമ്മൾ രക്ഷാൻ തന്നെ പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ നരകം വെച്ചിരിക്കുന്നത് ഇതല്ലേ? അല്ല, ഈ നരകമല്ലേ നമുക്കുള്ളത്? വേറെ നരകം കൈകാലം കെട്ടി ഏറ്റവും പുറത്തുള്ള നരകത്തിൽ തള്ളിക്കളയെന്ന് പറഞ്ഞാൽ ഈ നരകമല്ലേ അത്? അത് വേറെ നരകം. അയ്യോ, അത് നമ്മൾ തള്ളല്ലേ പറഞ്ഞ? അങ്ങനെയാണെങ്കിൽ ജാതികളുടെ തള്ളല്ലേ പറഞ്ഞത്? കർത്താവിനെ പരീക്ഷിക്കാൻ വന്ന പരീക്ഷ പറഞ്ഞല്ലേ പറഞ്ഞത്? സ്തോത്രം. അപ്പൊ ദൈവവചനത്തെ നാമുമായിട്ട് ഒരു ബാധവുമല്ല, ഒരു ബന്ധമില്ലാത്ത രീതിയിൽ നമ്മെ പഠിപ്പിച്ചിട്ട് നമ്മോട് കാണിക്ക വാങ്ങിക്കാൻ വേണ്ടി മാത്രം ദൈവവചനം നമുക്കുള്ളത് പറയും. അതെങ്ങനെയാ ശരിയാവും? ദശാംശം വാങ്ങാൻ, നേർച്ച വാങ്ങാൻ, കാണിക്ക വാങ്ങാൻ, സ്തോത്ര കാഴ്ച വാങ്ങാൻ, ഇങ്ങനെ വരുമാനം വാങ്ങാൻ വേണ്ടി വചനമല്ല നമുക്കുള്ളത്. അനുസരിക്കാൻ വേണ്ടിയും പാപബോധം വരാൻ വേണ്ടിയുള്ള പ്രവചനവും വചനവും നമുക്കുള്ളതല്ല. അതല്ലേ യഹൂദനുള്ളത്. അങ്ങനെയല്ല ജനത്തെ പഠിപ്പിക്കുന്നത്. ഇത് ചിന്തിക്കേണ്ട ബോധം നമുക്കുണ്ടോ? ഇത് ചിന്തിക്കേണ്ട ബോധം നമുക്ക് ആരെങ്കിലും തന്നോ? നമ്മുടെ അമ്മയപ്പന്മാർക്ക് ഇല്ല ബോധം എന്ന് വയ്ക്കും. ശരി, പോട്ടെന്ന് വയ്ക്കാം. ആരെങ്കിലും നമുക്ക് ബോധം തന്നോ? പൊട്ടെന്ന് വയ്ക്കാൻ പറ്റൂല. അമ്മയപ്പന്മാരെ ബോധം തരേണ്ടതാ. അമ്മയപ്പന്മാർക്ക് അതല്ല സമയം. അവർക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ലോകത്ത്. സ്തോത്രം. ശരി, അമ്മയപ്പന്മാരും തന്നില്ല, പോട്ടെ. നമ്മുടെ പൂർവ്വപിതാക്കൾ ശുശ്രൂഷകരും തന്നില്ല, അതും പോട്ടെ. നമ്മളെങ്കിലും പ്രാപിക്കണ്ടേ? നമ്മളെങ്കിലും തിരിച്ചറിയണ്ടേ? നമ്മുടെ വചനം അവർക്കുള്ളതാണ്, അത് മറ്റവർക്കാണ്, നമുക്കുള്ളതല്ല. നമുക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചാൽ മതിയോ? വിശ്വാസമെല്ലാം ചോർന്നു പോകും. സ്തോത്രം. അത് 20ാമത്തെ വാക്യം വായിച്ചാലോ? കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം തന്നാലും സൗഖ്യം തരും, അനുഗ്രഹം തരും എന്നൊന്നുമല്ല കേട്ടോ. കഷ്ടത്തിന്റെ അപ്പം, ഞെരുക്കത്തിന്റെ വെള്ളം മാത്രം തന്നാലും നിന്റെ ഉപദേഷ്ടാവൻ മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. കഷ്ടം മാറാൻ വേണ്ടിയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. കഷ്ടം മാറാൻ വേണ്ടിയല്ല, നഗ്നത മാറാൻ വേണ്ടിയല്ല, ആപത്ത് മാറാൻ വേണ്ടിയല്ല, പട്ടിണി മാറാൻ വേണ്ടിയല്ല കേട്ടോ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഉപദേഷ്ടാവിനെ കാണുന്നത് കഷ്ടം മാറാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാനല്ല. അടുത്തെഴുതിയിട്ടുണ്ടത്. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ എന്ന് പറഞ്ഞാൽ വലതുവശത്ത് അഭിപ്രായ വ്യത്യാസം വരും, ഇടതുവശത്തു നിന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ തിരിയും. അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന്, മരുമക്കളിൽ നിന്ന്, അല്ലെങ്കിൽ അമ്മച്ചിയിൽ നിന്ന്, മറ്റ് ബന്ധുക്കളിൽ നിന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ആത്മരക്ഷയ്ക്ക് വിരോധമായ അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പൊ നമ്മൾ അങ്ങോട്ട് തിരിയും. ന്യായപ്രമാണത്തിൽ പറയുന്ന ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിയില്ലെന്നല്ല അതിന്റെ അർത്ഥം. ആണോ? നമ്മൾ അതുപോലെ ചിന്തിച്ചിട്ടില്ല. ചുരുക്കം പറയാം, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുതെന്ന് എന്ന വാക്യത്തിൽ എന്താണ് ചിന്തിച്ചിട്ടുള്ളത്? നമ്മൾ ഇങ്ങനെ തന്നെ വെക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ട്? എന്നിട്ട് ഇടത്തോട്ട് വലത്തോട്ട് തിരിയോ? വാഹനത്തിൽ പോകുമ്പോൾ നേരെ പോകാൻ പറ്റുമോ? തിരിയണ്ടേ? ഇപ്പൊ തിരിയരുതെന്നല്ലേ പ്രമാണം. ഇപ്പൊ പോയില്ല അല്ലേ? ഇടത്തോട്ട് വലത്തോട്ട് തിരിയരുത്. എന്താണ് നമ്മളെ പഠിപ്പിച്ചോ? കാണിക്കാൻ വാങ്ങിച്ച ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. നേർച്ച കാഴ്ച വാങ്ങിച്ച ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. പ്രയത്നവർ എന്ന് പറഞ്ഞ് മാസവരെയായിട്ട് വാങ്ങിച്ച ഇഷ്ടംപോലെ ആൾക്കാർ കാണുമല്ലോ. മിഷണറി പ്രവർത്തനത്തിന് എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം പഠിപ്പിച്ചോ? ഗ്രഹിപ്പിച്ചോ? ഓർമ്മപ്പെടുത്തിയോ? കൊടുത്തോ? അനുസരിച്ച് ദൈവം 100 മടങ്ങ് ദൈവം ഇവർ കൊടുക്കണമെന്ന് പറയും. ദൈവത്തിന്റെ കയ്യില് ഈ ഇന്ത്യൻ നാണയം ഉണ്ടോ? ദൈവത്തിന്റെ കയ്യിൽ ഇന്ത്യൻ നാണയം ഉണ്ടോ? ഗൾഫ് നാണയം ഉണ്ടോ? അമേരിക്കൻ നാണയം ദൈവത്തിന്റെ കയ്യിലുണ്ടോ? പിന്നെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു തിരിച്ചറിഞ്ഞ് നോക്ക വേണ്ടേ?
ഈ തിരിച്ചറിവ് നമ്മൾ പഠിക്കണ്ടേ? ഈ പഠിച്ചാൽ ദോഷമുണ്ടോ? ദോഷമുണ്ടെങ്കിൽ പഠിക്കണ്ട. നമ്മൾ പഠിക്കണം, ഗ്രഹിക്കണം. കാരണം നമ്മൾ അധ്വാനിക്കുന്ന സമ്പത്തിൽ നമ്മൾ ദൈവനാമത്തിന്റെ പേര് പറഞ്ഞ് കൊടുക്കുന്നെങ്കിൽ അതിനൊരു ഗുണം നമുക്കുണ്ടാവണം. ഭൗതിക ഗുണമല്ല, ആത്മീയ ഗുണം ഉണ്ടാവണം. അല്ലേ? നമ്മൾ 5 രൂപ കൊണ്ട് കൊടുക്കുകയാണ്. 5 രൂപ കൊണ്ട് കൊടുക്കുമ്പോൾ ആ 5 രൂപയ്ക്കുള്ള ഒരു സാധനം തരണം. 5 രൂപ കൊണ്ടുള്ള വേറെ 5 രൂപയല്ല തരണം, വേറെ 5 രൂപയുടെ സാധനമാണ് തരുന്നത്. അപ്പൊ എന്ന് പറയും പോലെ നമ്മളൊരു 50 രൂപ ദൈവനാമത്തിൽ കൊടുക്കുന്നെങ്കിൽ ആ 50 രൂപ അല്ല നമുക്ക് തിരിച്ചു കിട്ടാനുള്ളത്, അല്ലെങ്കിൽ 500 രൂപ അല്ല തിരിച്ചു കിട്ടാനുള്ളത്. 50 രൂപയ്ക്ക് മൂല്യമുള്ള ആത്മീയ സ്വത്ത് കിട്ടണം, ആത്മീയ ചിന്ത കിട്ടണം, ആത്മീയ പക്വത കിട്ടണം, ആത്മീയ സംസ്കാരം കിട്ടണം. അതല്ലേ കിട്ടാനുള്ളത്. ഇപ്പൊ 100 മടങ്ങ് അവർ തരണമെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകും. 100 രൂപ വാങ്ങിയിട്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? 1000 രൂപ കിട്ടാൻ വേണ്ടിയല്ലേ? നമുക്ക് 1000 രൂപ തരാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചിട്ട് പോകണം? കിട്ടുമോ? സ്തോത്രം. അപ്പൊ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഉപദേഷ്ടാവ് ഇതൊന്നും പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളവരല്ല. പിന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങൾ ആത്മീയ തലത്തിൽ നിന്ന് നാം വ്യതിചലിക്കത്തക്കവണ്ണം പല അഭിപ്രായ വ്യത്യാസങ്ങൾ പലവരിൽ നിന്നും വരും. അപ്പോൾ ഉപദേഷ്ടാവ് നമുക്ക് പറയുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി അതല്ല, വഴി ഇതാകുന്നു. ഏത്? യേശുക്രിസ്തു തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതാണ് വഴി. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്. അതിന്റെ പാതയിൽ എന്തില്ല? അതിന്റെ പാതയിൽ മരണമില്ല, മരണനിദ്രയുമില്ല. നീതിയുടെ മാർഗത്തിൽ എന്തില്ല? മരണവുമില്ല, മരണനിദ്രയുമില്ല. പിന്നെ എന്തുണ്ട്? ജീവനുണ്ട്. ഏത് ജീവൻ? സമൃദ്ധിയായ ജീവൻ. അത് ആത്മീയ ജീവൻ എന്ന് പറഞ്ഞാൽ ആത്മീയ ജീവന്റെ ചിന്തകളുണ്ട്. ആ ചിന്തകളാണ് വേരെന്ന് പറയുന്നത്. ആ വേരാണ്, ആ ചിന്തകളാകുന്ന വേരാണ് നമ്മെ പുഷ്ടിപ്പെടുത്തുന്നത്. അല്ലേ? നമ്മള് ദൈവത്തിനോട് ഒരു ചിന്തയില്ല, വേറെ ഉണങ്ങിപ്പോയി, ചിന്ത ഉണങ്ങിപ്പോയി. പിന്നെ അങ്ങനെ ആത്മീയ പുഷ്ടി വരും. ചിന്ത ധ്യാനമായി മാറുന്നു, ധ്യാനം നമ്മെ പുഷ്ടിപ്പെടുത്തുന്നു. അത് വേറാണ്. ചിന്തകൾ വേരുകളാണ്. നമ്മുടെ ചിന്തകൾ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. വചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മുടെ ചിന്തകളാകുന്ന വേദികൾ ഇറങ്ങിപ്പോയാൽ പ്രതികൂല കാറ്റുകൾക്കോ വൻമഴയ്ക്കോ അവൻ നദികൾ പൊങ്ങിയാലോ ഒരിക്കലും ആ വൃക്ഷത്തെ തകർക്കാൻ കഴിയില്ല. ആ വൃക്ഷം ക്രിസ്തുവിൽ ഉറച്ചിരിക്കും. ആ വൃക്ഷം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കും. മാത്രമല്ല അത് 30, 60, 100 നേടി ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ആ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. അത് കേൾക്കാതിരുന്നാൽ, ചിന്തിക്കാതിരുന്നാൽ, സമ്മതിക്കാതിരുന്നാൽ, അംഗീകരിക്കാതിരുന്നാൽ എങ്ങനെ അതൊക്കെ നമുക്ക് കിട്ടും? ഇതൊന്നും കിട്ടിയില്ലെങ്കിലോ വീണ്ടും പഴയ പിച്ച. സ്തോത്രം. അപ്പോൾ ഇവിടെ പറയും കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം നിങ്ങൾക്ക് തന്നാലും നിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കില്ല. ഉപദേഷ്ടാവ് പ്രാർത്ഥിക്കാൻ വരുന്നല്ല, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ടു. ഉപദേഷ്ടാവ് ഉപവസിക്കാൻ വരുന്നല്ല. സ്തോത്രം. ഉപവാസത്തിന് മുൻസ്ഥാനം കൊടുക്കുന്നവരൊക്കെ 58 വായിച്ചുണ്ട്. അതനുസരിച്ച് അത് ഉപവാസം ആയിക്കോളും. ഉപവാസത്തിന് മുൻതൂക്കം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എന്ത് ചെയ്യണം? യെശയ്യാ പ്രവചനം 58 അധ്യായം അനുസരിച്ചാൽ മതി. എല്ലാം കറക്റ്റ് ഉപവാസം ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഉപവാസം അതത്ര അനുസരിക്കുന്നത് തന്നെയാണ് ഉപവാസം. ഇതൊന്നും അനുസരിക്കാൻ മനസ്സില്ല, തിന്നാതെ കുടിക്കാതെ പിടിച്ചു വായിക്കണം, കിട്ടില്ല. ദൈവത്തിന്റെ ഒന്നും പിടിച്ചു വായിക്കാൻ പറ്റില്ല. ഇവിടെ ആനയെ വായിക്കാത്ത കരം കൊടുത്തിട്ട് പിടിച്ചു വായിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നത് പിടിച്ചു വായിക്കുന്നത്. അല്ലേ? ആനയുടെ വായിൽ കരം കൊടുത്തിട്ട് പിടിച്ചു വായിക്കാൻ പറ്റുമോ? അല്ല, മച്ച ഓല എടുത്ത് കൊടുത്താൽ പിടിച്ചു വായിക്കാൻ പറ്റുമോ? ആനയുടെ വായിൽ പിന്നെയാണ് ദൈവത്തിന്റെ കയ്യിൽ പിടിച്ചു വായിക്കുന്നത്. ആണോ? 21 ദിവസമല്ല, 41 ദിവസം, 101 ദിവസം കൈകോർത്ത് നിന്നാലും പിടിച്ചു വായിക്കാൻ പറ്റില്ല. നിൽക്കണോ? നീ തളർന്ന് വീഴുകയുള്ളൂ. പിടിച്ചു വായിക്കാൻ നിൽക്കുന്ന നീ തളർന്ന് വീഴുകയുള്ളൂ. നിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒന്നൊന്നായിട്ടൊക്കെ പാടി വീഴുന്നോളൂ. ദൈവത്തിന് തന്നെ പിടിച്ചു വായിക്കാൻ നോക്കണ്ട.
ദൈവം മനസ്സറിഞ്ഞ് തന്നാലേ ഉള്ളൂ. അവിടെയും ഭൗതികരെ ചിന്തിക്കണ്ട, ദൈവത്തിന്റെ കയ്യിൽ ഭൗതികമൊന്നുമില്ല. പൈസലോ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ജീവൻ, ഇത് സ്വർഗീയ തലത്തിലുള്ള കാര്യങ്ങളാണ്. അതാണ് ദൈവം തരുന്നത്. ജീവൻ നിത്യജീവനാണ്. പുരാതന സമ്പത്ത് ഉലക സ്ഥാപനത്തിന് മുമ്പുള്ള സമ്പത്താണ്. അത് ലോകാനുഗ്രഹമല്ല, അത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തെ കുറിച്ചാണ് പുരാതന സമ്പത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന പുരാതന സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവിന്റെ 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 5-10 തലമുറയ്ക്ക് മുമ്പുള്ള സമ്പത്ത് നമുക്ക് ദൈവം തരുമെന്നാണ്. ഈ 5-10 തലമുറയ്ക്കുള്ള സമ്പത്ത് അവരെങ്ങനെ ഉണ്ടാക്കുന്ന അറിയാമോ? അവർ എട്ടിപ്പിടിച്ചത് അത് നോക്കണോ? ഇവരതല്ലേ പഠിപ്പിക്കുന്നത്? പുരാതന സമ്പത്ത് ദൈവം തരും. ഈ പുരാതന സമ്പത്ത് എന്ന് പറഞ്ഞാൽ പുരാതന അർത്ഥം ഈ ഉലക സ്ഥാപനത്തിന് മുൻപുള്ള സമ്പത്ത്, അത് സ്വർഗത്തിലെ സകല ആത്മീയ സമ്പത്ത്. അതാണ് എഫെസ്യർ 1:3. ഇതൊന്നും തത്വജ്ഞാനം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല. ഇതൊക്കെ തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവർക്കും സ്വന്തങ്ങളിലെ കോൽ ഓർക്കുന്നവർക്കും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രിയം വയ്ക്കുന്നവർക്കും മാത്രം ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അവരെ ലോകം അംഗീകരിക്കില്ല, ക്രൈസ്തവർ അംഗീകരിക്കില്ല. ക്രൈസ്തവർ പറയും ന്യായപ്രമാണം അതൊക്കെ കഴിഞ്ഞു പോയല്ലോ, അതെല്ലാം ക്രിസ്തു മതമാണ്. ന്യായപ്രമാണം കഴിഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ് കർത്താവെന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നവരാരും ക്രിസ്ത്യാനികളല്ല. അതൊക്കെ ക്രിസ്തു മതമാണ്, മതം. അങ്ങനെ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കടലും കരയും ചുറ്റി നടന്ന് മതത്തിൽ ചേർക്കുന്നു. ഏത് മതത്തിൽ? ക്രിസ്തു മതത്തിൽ. അത് വരാനുള്ള ഭാവിയിൽ വരാനുള്ള പ്രവചനമാണ് യേശു ക്രിസ്തു പറഞ്ഞത്. കടലും കരയും ചുറ്റി, അത് മിഷണറിമാരെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. കടലും കരയും ചുറ്റി നടക്കുന്ന ആരാണ്? മിഷണറിമാരാ. നമ്മൾ പൈസ കൊടുക്കും മിഷണറി പ്രവർത്തനത്തിന്. നമ്മൾ വിചാരിക്കും ശരിയാണ്, അനേക മിഷണറിമാർ ഇവിടെ വന്നല്ലേ നമ്മൾ ഇങ്ങനെ ആയത്, അതുകൊണ്ട് നമ്മളെ പോലെ അവരും ആകട്ടെ എന്ന് നമ്മൾ കൊടുക്കുകയും ചെയ്യും. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? ഇരട്ടി നരകയോഗ്യരാകുകയാണ്. എന്താ കാരണം? പരിജ്ഞാനം പ്രാപിക്കാത്തത് കൊണ്ടാണ്. അപ്പോസ്തലന്മാരെ പോലെ പരിജ്ഞാനം പ്രാപിച്ച് മിഷണറിമാരായാൽ കുഴപ്പമില്ല, നിത്യജീവൻ പ്രാപിക്കാം. പക്ഷെ പരിജ്ഞാനം പ്രാപിച്ചുകൊണ്ടല്ലേ അവർ മിഷണറി പ്രവർത്തനം ചെയ്യുന്നത്. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, മിഷണറിമാരായി പോകുന്ന ഒരാളിനെ 3 ദിവസം പ്രസംഗത്തിന് വിളിച്ചാൽ എവിടെ അറിയാം? അവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം അവർ പരിജ്ഞാന പ്രകാരമാണോ മിഷണറി പ്രവർത്തനം ചെയ്യുന്നത്. പരിജ്ഞാന പ്രകാരമാണ് മിഷണറി പ്രവർത്തനം ചെയ്യുന്നതെങ്കിൽ അവർ സ്വർഗത്തിലെ സകല ആത്മീയമായ അനുഗ്രഹമാകുന്ന പുരാതന സമ്പത്തിനെ കുറിച്ച് നമുക്ക് ബോധം തരും. സ്തോത്രം. മിഷണറി പ്രവർത്തനം ചെയ്യുന്ന ഇടത്ത് ചിലപ്പോൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് വരും, രോഗസൗഖ്യം കൊടുത്തെന്ന് വരും, സമ്പത്തിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് വരും, സമ്പത്ത് കൊടുത്തെന്ന് വരും. അത് അവിടെ ചെയ്യും. കാരണം അത് ബാലപാഠമാണ്. ബാലപാഠത്തിലൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ എല്ലാ കാലവും ബാലപാഠം വെച്ചുകൊണ്ടിരുന്ന പറ്റില്ല. സ്തോത്രം. അങ്ങനെയുള്ള അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അപ്പോസ്തലന്മാർ രോഗിക്ക് സൗഖ്യം കൊടുത്തില്ലേ? കൊടുത്തു. വിഷയങ്ങൾക്കിടെ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. പക്ഷെ അത് അവർക്ക് ബാലപാഠമായിരുന്നു. അത് അപ്പോസ്തലന്മാർക്ക് അറിയാമായിരുന്നത് ബാലപാഠമാണ്. ഇത് ജഡികമാണ്, ഇത് പ്രാകൃതമാണ്. ഇതിനപ്പുറം ഒരു ആത്മീയമുണ്ട്. അതിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി ഇത് അവർക്ക് ചെയ്യുന്നത്. ഇവിടെ 50 വർഷം പെന്തക്കോസ്തിൽ ഇരിക്കുന്നവർക്ക് ഇന്നും ബാലപാഠം എന്ന് പറഞ്ഞാൽ പറ്റുമോ? തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞാൽ പറ്റുമോ? പൂച്ച എലി അതാ ഓവർ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് കരയുന്ന പിള്ളേരെ എന്ത് ചെയ്യാം? ദോ പൂച്ച എലി എന്ന് പറയാം, അല്ലെങ്കിൽ തത്തമ്മ പൂച്ച എന്ന് പറയാം. കൊച്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയാണ്. പെന്തക്കോസ്തിലൊന്നും അത് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂല. പറ്റൂലെന്ന് പെന്തക്കോസ്തുകാർക്ക് അറിയാമോ? അറിയില്ല. അത് തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം അല്ലല്ലോ ഗ്ലോറി എന്ന് പറയും. അഭിഷേകം. ഓ അഭിഷേകം വന്നു. തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞാൽ അഭിഷേകം വന്നു. സ്തോത്ര ഗ്ലോറി അല്ലല്ലോ. പിന്നെ നിർത്താൻ ചെയ്തേ എഴുതിയെടുത്തൊരു പാട്ടൊക്കെ പാടി ഗ്ലോറി അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തത്തമ്മ പൂച്ച എന്നൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആത്മാവെന്ന് പറയും. ഏത് ആത്മാവാണ്? ദുരാത്മാവ്. പരിജ്ഞാനമില്ലാത്ത ആത്മാവാണ്, സ്നേഹമില്ലാത്ത ആത്മാവാണ്, വ്യാജാത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് വ്യാജാത്മാവല്ല, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, സുബോധത്തിന്റെ ആത്മാവാണ്. സുബോധം എന്ന് ചിന്തിക്കുമ്പോൾ, സുബോധത്തിന്റെ ആത്മാവെന്ന് ചിന്തിക്കുമ്പോൾ അപ്പന്റെ ഇളയ മകനെ കുറിച്ച് ചിന്തിച്ചു.
അപ്പന്റെ ഇളയ മകൻ സുബോധം വന്നപ്പോൾ പറഞ്ഞു, അപ്പ ഞാൻ അങ്ങയുടെ സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു, അങ്ങനെ മകനായിരിക്കെ ഞാൻ യോഗ്യനല്ല. ഇന്നെല്ലാവരും പറയുന്നു ഞാൻ യോഗ്യനാണ്. പള്ളിയിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, എനിക്ക് ദൈവത്തിന്റെ അടുത്ത് വരെ എനിക്ക് യോഗ്യതയൊന്നുമില്ല, ബൈബിൾ വായിക്കേണ്ട യോഗ്യത എനിക്കില്ല, എനിക്ക് ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കേണ്ട യോഗ്യതയില്ല. അപ്പോഴും സുബോധം ഉണ്ടായിരുന്നു. പക്ഷെ പള്ളിയിലോട്ട് വന്നപ്പോഴേ സുബോധമല്ല. ആരെന്നറിയോ? ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ആരെന്നറിയോ? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ മക്കളെ അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ മക്കളെ അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ ഇവരെ വിളിക്കുന്നത് ദൈവത്തിന്റെ മക്കളെ എന്നും ദൈവത്തെ വിളിക്കുന്നത് അവനെന്നും. കാരണം ദൈവം ഇവിടെ പൈസ കൊടുക്കില്ല, കാണിക്കിടുമോ? ദൈവം കാണിക്കിടും ഇവിടെ. അതുകൊണ്ട് ദൈവത്തെ അവനെന്ന് വിളിക്കും, കാണിക്കിടുന്നവരെ ദൈവ മക്കളെ എന്ന് വിളിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ശുശ്രൂഷകന്റെ അറിവോടുകൂടി ചെയ്യണമല്ല, അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയിൽ അദ്ദേഹം ചെയ്യുക. ഇനി അറിവ് പറഞ്ഞു കൊടുത്താൽ അവര് പറയും അത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജമ ചെയ്ത് തന്നപ്പോൾ അങ്ങനെയാണ്, അത് ബൈബിളിൽ നീ എന്ന് നടക്കണമെങ്കിൽ അതിൽ അവിടെ ഇംഗ്ലീഷില് യു. പിന്നെ നിന്റെ അപ്പനെയും കയറി യു എന്ന് വിളി. നിന്റെ അമ്മാവയും അമ്മയും കയറി എന്തിനാ അമ്മ എന്ന് വിളിക്കണത്? യു എന്ന് വിളിച്ചുകൂടി. നിന്റെ അധ്യാപകനൊക്കെ എന്താണ് നീ യു എന്ന് വിളിക്കാത്തത്? വിളിക്കോ? നീ എന്ന് വിളിക്കോ? അവനെന്ന് വിളിക്കോ? അപ്പോഴ് അധ്യാപകന്റെ സൃഷ്ടാവാകുന്ന ദൈവത്തെ മലയാളത്തിൽ കയറി അത് വിളിക്കാല്ലേ? സ്തോത്രം. പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കാത്ത ഓരോ വ്യക്തികൾ, വെളിപ്പെടുത്തിയാലും അംഗീകരിക്കാത്ത വ്യക്തികൾ, അവര് പറയും അതിലൊന്നും കാര്യമില്ല. ഈ അതിലൊന്നും കാര്യമില്ലെങ്കിൽ നിന്റെ അപ്പനെ പേര് പറഞ്ഞ് വിളി, നിന്റെ അമ്മാവിയമ്മ പേര് പറഞ്ഞ് വിളി. ഏതെങ്കിലും ഓഫീസിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓഫീസറുടെ പേര് പറഞ്ഞ് വിളി. പോലീസ് സ്റ്റേഷനിൽ പോവേണ്ടെന്ന് അവിടെയും പോയി പേര് പറഞ്ഞ് വിളി. വിളിക്കോ? സ്തോത്രം.